എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പശ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് പശയൊക്കെ വാങ്ങാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്നിവിടെ പശ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് അത്രേ അളവിൽ തന്നെ പൊടിയുപ്പാണ്. ഉപ്പും കൂടെ നമുക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിന് ഞാനങ്ങനെ അളവ് പറയുന്നില്ല, കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. നമ്മളിത് ചൂടാക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളമല്ല, സാധാരണ വെള്ളം. എന്നിട്ടൊന്ന് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിനാഗിരി എല്ലാവർക്കും അറിയാലോ, നമ്മൾ കിച്ചണിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു പ്രിസർവേറ്റീവ് കൂടിയാണ് വിനാഗിരി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗമ്മ അധികം കേടാവാതെയൊക്കെ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുറുകാനായിട്ട് തുടങ്ങും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിൽ മതി കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ല ലൂസായിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം തിളച്ച് വരുന്നതോടുകൂടി. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കട്ടയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ചധികം ദിവസമൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് കട്ടയാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ട് ഓഫ് ചെയ്യാണ്. എന്നിട്ട് തണുത്ത ശേഷം നമുക്കിത് നോക്കാം കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ഗമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് പഴയ ഗമ്മിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി വയ്ക്കാം. അപ്പോൾ 2-3 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം. അതിലും കൂടുതലൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഉണ്ടാക്കിയാൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട്. അധികം ദിവസം ഇരിക്കണമെങ്കിൽ എന്തായാലും അത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ക്രാഫ്റ്റും നമുക്ക് ഇതുപോലെ ചെയ്യാം. കുറച്ച് സമയം ഒന്ന് പിടിച്ച് നിൽക്കണം ഇത്തിരി കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കുമ്പോൾ. അപ്പോൾ പേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാനാണ് കേട്ടോ. അതുപോലെ പേപ്പറിൻ്റെ ഐറ്റംസൊക്കെ നമ്മുടെ ബോട്ടിലൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തില്ലേ, ഉജാല വെച്ചിട്ടുള്ള പേപ്പർ വെച്ചിട്ടൊക്കെയുള്ള ക്രാഫ്റ്റുകളും അതുപോലെ മാഗസിൻ്റെ പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ഇല്ലേ, അതിനൊക്കെ കുറച്ചധികം ഫെവിക്കോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ പേപ്പർ നനച്ചിട്ടൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ധാരാളം ഫെവിക്കോൾ വേണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഗമ്മാണെങ്കിൽ പ്രശ്നമില്ല, കുറച്ച് മൈദ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് കുറേ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് നമ്മുടെ മെയിൽ ID അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണണേ. അതുപോലെ ചിലർക്കൊന്നും അറിയില്ല ഏതിലേക്കാണ് അയക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ആ ഒരു മെയിൽ ID ഇതിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ജലീന മിഥുൻ, പിന്നെ നിഷ വിജയൻ, ശീതൾ, സന ഇവരുടെയൊക്കെ പിക്ചേഴ്സാണ് ഇന്ന് കാണിച്ചത്. ബാക്കി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്